തെലങ്കാനയെ ഞെട്ടിച്ച് കൂട്ടക്കൊല. ലൈംഗികാരോപണം ഉന്നയിച്ച പെൺകുട്ടിയെയും കുടുംബത്തെയും 35-കാരൻ കൊലപ്പെടുത്തി. തെലങ്കാന രംഗറെഡ്ഡിയിലാണ് 6 പേരെ കൊന്നത്. ബനീഷ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബനീഷ, ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ ആ ഞെട്ടൽ അനുഭവപ്പെടുകയാണ്, നമുക്ക് ആ വിറയൽ അനുഭവപ്പെടുകയാണ്. ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഉറപ്പാൽ ഈ 35-കാരനെതിരെയാണോ നിലവിൽ ഈ കുടുംബം പരാതിപ്പെട്ടത്? അങ്ങനെയെങ്കിൽ അതിൽ കാതലായ കുഴപ്പങ്ങൾ അയാൾക്കുണ്ട് എന്ന് തന്നെയല്ലേ നമുക്കും മനസ്സിലാക്കേണ്ടത്? ശ്യാമിലി പറഞ്ഞതുപോലെ തെലങ്കാനയിലെ രംഗറെഡ്ഡിയിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. 35-കാരനായ രാജ്കുമാറാണ് തൻ്റെ കുടുംബത്തെയും അതുപോലെ തനിക്കെതിരായ ലൈംഗിക ആരോപണം ഉന്നയിച്ച കുട്ടിയെയും ആ കുട്ടിയുടെ കുടുംബത്തെയും ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. 30 വയസ്സുകാരിയായ ഭാര്യ പാർവതി സരിത, 4ഉം 1ഉം വയസ്സുള്ള 2 കുട്ടികളെ ഇയാൾ കൊലപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ കുട്ടിയെയും അതുപോലെ ആ കുട്ടിയുടെ അമ്മയുടെ അമ്മയെയും ഇയാൾ കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം ഇയാൾ സ്വന്തം പിതാവിനെ വിളിച്ച് ഇത്തരത്തിൽ താൻ കൊലപാതകം നടത്തിയെന്ന് പറയുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ഇയാൾ തുടർന്ന് ആത്മഹത്യ അല്ലെങ്കിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒരു 17-കാരിയായ പെൺകുട്ടിയാണ് ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഒരു പോക്സോ കേസ് പ്രകാരം ഇയാൾക്കെതിരെ മെയ് 16-ന് ഈ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കുട്ടിയെയും അതുപോലെ സ്വന്തം കുടുംബത്തെയും അതുപോലെ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു അന്വേഷണ സംഘത്തെയെല്ലാം രൂപീകരിച്ച് ഇപ്പോൾ ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ശ്യാമലി, ശരി. എന്തായാലും തെലങ്കാനയെ ഞെട്ടിച്ചൊരു കൂട്ടക്കൊല നടന്നിരിക്കുന്നു. ലൈംഗിക ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെയും കുടുംബത്തെയും 35-കാരൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെലങ്കാന രംഗറെഡ്ഡിയിലാണ് 6 പേരെ കൊന്നത്. ബനീഷ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.